വലിക്കൂല്ല. പക്ഷെ ആള് ജോസഫ് ഡോക്ടർ വണ്ണം പറഞ്ഞിട്ട് ഒരു ടീഷർട്ട് ഇട്ട് ഡോക്ടറൊന്നും തോന്നില്ല. അവസാനം വിധി എഴുതി ലിവർ മാറ്റിക്കോ. എവിടെ പോയിട്ട്? അമൃതയിൽ അല്ലെങ്കിൽ സ്റ്റോർ പോയിട്ട് റേഷ്യ ചെയ്യാൻ പറഞ്ഞു. നമുക്ക് അതിനുള്ള കഴിവില്ല. 50 ലക്ഷം 60 ലക്ഷം അവർ പറയണത്. നമുക്കതിന് കഴിവുണ്ട. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ മെഡിക്കൽ ഞങ്ങൾ അവിടെ മേടിച്ചിട്ട് ഇവിടെ വന്നില്ലേ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് മദ്യപാനം പുകവലി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലിവർ വേണമെങ്കിൽ മാറ്റി വെക്കാം, 30 ലക്ഷം രൂപ. അപ്പോഴും നമ്മൾ തമ്പരാനോട് തന്നെ ചെയ്യുന്നു. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. എൻ്റെ മോൻ അബുദാബിയിലുണ്ട്, ശമ്പളമൊക്കെ വളരെ ഉള്ളു. അവൻ വന്നിട്ട് പറഞ്ഞു അപ്പച്ചന് ഞാൻ വേണമെങ്കിൽ ലിവർ തരാം, അപ്പച്ചന് കിട്ടാൻ വേണ്ടി ലിവർ തരാം, ഒരു കഷ്ണം മതിയില്ല അമ്മ. അവൻ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടൊന്ന് ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ നീ അതിലേക്ക് ചിന്തിക്കണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരച്ഛനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്താണോ, അതായത് ജീവിതത്തിലെ കേസ് പറയുന്ന മുടങ്ങാതെ പ്രാർത്ഥിക്കണം. അതൊരു വളരെ വളരെ അത് ഗാന്ധിജി ആയാലും പറയുന്നത് വെച്ചാൽ ഗാന്ധിജി എത്ര വിദേശ പത്രക്കാരെ വിദേശ ആളുകൾ 5 മണിക്ക് പ്രാർത്ഥിക്കുന്നത്. 5 മണിക്ക് പറയും. യേശു തന്നെ പറയുന്നത് അനുസരിച്ചുള്ള യുഗശിഷ്ട പാരപ്രാർത്ഥിയായിട്ട് പറയുന്നത് നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. അതായത് മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധം വിടണം എപ്പോഴും. ആ മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധം എപ്പോൾ വിടുമ്പോൾ അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ മാറ്റും.